നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം റൗണ്ട് പോരാട്ടത്തിന് വേണ്ടി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ ചെന്നൈയിൻ FC ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെടേണ്ടി വന്നിരുന്നു. ഇനി രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതുവരെ 22 തവണ ഈ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 7 തവണ വിജയിച്ചത് ചെന്നൈയിൻ FC ആണ്. 6 തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത്. 9 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തമായ ആധിപത്യമൊന്നും ആർക്കും ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ചെന്നൈയിൻ ആരാധകരെ കുറിച്ച് അവരുടെ പരിശീലകനായ ഓവൻ കോയൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 100 കണക്കിന് ആരാധകർ ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കലൂരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അവസാന ചിരി അവരുടേതായി മാറണമെന്നുമാണ് ഇപ്പോൾ ഓവൻ കോയൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 100 കണക്കിന് ആരാധകർ ഈ ഒരു എവേ മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്ത് എത്തും. അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ അവരോട് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ എവിടെ പോയാലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ആരാധകർ എത്താറുണ്ട് എന്നുള്ളതാണ്. അവസാനം അവരുടെ മുഖത്തായിരിക്കണം ചിരി പടരേണ്ടത്. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഗെയിമാണ്. പക്ഷേ ഞങ്ങൾക്കിത് വിജയിച്ചുകൊണ്ട് അവരെ ചിരിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ചെന്നൈയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ചെന്നൈ മോശമല്ലാത്ത ഒരു പ്രകടനം ഈ സീസണിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ 4ാം സ്ഥാനത്താണുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 3 വിജയം, 3 സമനില, 2 തോൽവി എന്നിങ്ങനെയാണ് വരുന്നത്. 12 പോയിന്റുകൾ അവർ നേടിയിട്ടുണ്ട്. 16 ഗോളുകൾ അവർ ഈ മത്സരങ്ങളിൽ നിന്നായി നേടി എന്ന് പറയുമ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമുകളിൽ ഒന്നുകൂടിയാണ് ചെന്നൈയിൻ FC. അതേസമയം ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരൊറ്റ ക്ലീൻ ഷീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.